ഹലോ മൈ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോണത് എവിടെക്കാന്ന് പറയാം. നമ്മള് ഇവിടെ രാത്രി ടെന്റ് അടിക്കാൻ പോണത്. ഇന്ന് നമ്മൾ ഇവിടെയാണ് കടന്നുറങ്ങണത്. അതിന്റെ മുകളിലാണ് നമ്മൾ ഇന്ന് കടന്നുറങ്ങണത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പാറയാണ്, നെരിമട അറിയും നമ്മളവിടെ. പിന്നെ കുറെ ആൾക്കാർ മുന്നിമട എന്നൊക്കെ പറയും. നമുക്കറിയില്ല എന്താ ശരിക്കും വരുന്ന അറിയില്ല. അപ്പൊ നമ്മൾ ഞാൻ അതിന്റെ മുകളിൽ പോയിട്ട് ടെന്റ് അടിക്കാനാ വരുന്നത്. എന്റെ കൂടെ ഇപ്പൊ റാശിയുള്ളത്. ഇനി ഡാബ്സി വരും. ഡാബ്സിക്ക് അവിടെ ബിസിനസ് ഉണ്ട്, അപ്പൊ കച്ചവടം ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കാണ് ഓനിക്ക്. നമ്മളിപ്പോ കയറാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ടെന്റ് അടിച്ചൊക്കെ സെറ്റ് ചെയ്യണം വെളിച്ചം പോണതിന്റെ മുമ്പ്. ഇനി നമ്മൾക്ക് ഇത് ട്രക്ക് ചെയ്ത് കുറേ ആണ്ട് പോവാണ്ട് കേട്ടോ. മോൾക്ക് ട്രക്ക് ചെയ്ത് കുറേ ആണ്ട് പോവാണ്ട്. കേറിയിട്ട് എന്താ വീഡിയോ എടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ നേരം കുറച്ച് ഇരുട്ടായിക്കണു. ടെന്റ് അടിക്കുമ്പോ റിസ്ക് ഒന്നുമില്ല, പക്ഷെ ഒന്നുകൂടി നല്ലതാണ്. ടെന്റ് അടിക്കുമ്പോ ലൈറ്റ് ഉണ്ട്, ഒന്നുകൂടി നല്ലതാ. ഗൈസ് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി ഗൈസ്. നമ്മളെ സാധനം പൊട്ടിക്കുന്നു. ടെന്റിന്റെ സാധനം പൊട്ടി, കമ്പി പൊട്ടി. ഇനി അറിയില്ല അത് ടെന്റ് അടിക്കാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ നമ്മളിനി നോക്കണം. മൂടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുണ്ടായിന്നാ വിചാരിച്ചു. പക്ഷെ എന്താ വെച്ചാല് കഴിച്ചിലായി. കാരണം അതിന്റെ ആ നൂല് പൊട്ടിക്കുന്നു, ടെന്റിന്റെ കമ്പിന്റെ നൂല് പൊട്ടിക്കുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ടെക്നോളജിക്കലായിട്ട് കുറച്ച് എനിക്കൊരു ഇതുണ്ട്. ഇപ്പൊ ടെന്റ് ഇവിടെ സെറ്റാണ്. പിന്നെ ഇവിടെ 4 പുറം ഉണ്ടല്ലോ, 4 പുറം ഫുള്ള് തവളയുടെ കരച്ചിലൊക്കെയാണ്. ഇന്ന് മഴയൊക്കെ പെയ്തിരുന്നു. അതിന്റെ തവളയുടെ കരച്ചിലാണ്. മഴ പെയ്ത തവള വരുമല്ലോ, ഇവിടെയൊക്കെ വരും, മാരാങ്കലത്തൊക്കെ വരും. നിങ്ങളെ നാട്ടിൽ വരുമോന്ന് അറിയില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയണത് എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഫുള്ള് വീടുകളെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൊതുവിന്റെ ശല്യം ഉണ്ട്. അവിടെ സൂര്യനൊക്കെ ഉണ്ട്, ചന്ദ്രനൊക്കെ ഉണ്ട്, മറഞ്ഞിക്കാണ്. ഇനി കൊതുകുതിരി കൊണ്ടാൻ പറയണേ നമ്മളെ എന്താ ഡാബ്സിനോട് വരുമ്പോ. ഞങ്ങൾ ഇനി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ചായ ഉണ്ടാക്കിയിട്ട് കാണാട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ പണി കിട്ടി. ഞങ്ങൾ കൊടുന്ന ചാർജ് കഴിഞ്ഞു. പിന്നെ ഈ സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആരും വാങ്ങരുത് ഗൈസ്. എത്ര മിനിറ്റ്? ഒരു 10 മിനിറ്റ് കിട്ടിയിട്ടുണ്ടാവും. മറ്റേത് അടുത്ത പണി എന്താ? പാല് പൊട്ടിപ്പോയി. ചായപ്പൊടി ആയിക്കൂടെ പോയി എന്തൊക്കെ കടവുളേ. അപ്പൊ ഇന്ന് മൊത്തത്തിൽ മുഞ്ചലാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾ ഇബ്രാഹിം കാക്കാൻ അറിയണവർ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാട്ടോ. വീഡിയോ ഇബ്രാഹിം കാക്കാന്റെ കൈക്ക് കിട്ടുന്ന വരെ നിങ്ങൾ ഷെയർ ചെയ്യുക ഗൈസ്. പൊട്ടിയ പാലാണ്. എന്താ പോലെ കമ്പനിയുടെ പേരെന്താണ്? ശീതൾ കമ്പനിയാണ്. ഓലെ പാലിന് ഇറക്കരുത് ഇബ്രാഹിം കാക്ക. കവറിംഗ് ഒക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കട്ടോ. അതിന് ഞങ്ങളിൽ നിന്ന് പൊട്ടിയാന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളിൽ നിന്ന് പൊട്ടുകയാണെങ്കിൽ ഇങ്ങനെ ആടാ സോറി ഇബ്രാഹിം കാക്ക, നമ്മളിതൊരു മിസ്റ്റേക്ക് പറ്റിക്കുന്നു. നമ്മളെ മുട്ടുസൂചി ഇട്ട് ഇതില് മുട്ടുസൂചി അത് കുത്തെടുത്തിരുന്നില്ലേ, ടെന്റിന്റെ കയറുള്ളിക്കാക്കാൻ വെച്ചിരുന്ന സാധനം നമ്മളെ കവർ കിട്ടിയിരുന്നു. ആ മറ്റേ മുട്ടുസൂചി നമ്മൾ തെരഞ്ഞിരുന്നില്ലടാ. അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാവും. ഇവിടെ എവിടെ ഇട്ടിക്കണ സാധനം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പൊ ഞാൻ ആരുടെ മിസ്റ്റേക്ക് ആണല്ലോ. ജസ്റ്റിസ് ഫോർ പാൽ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ചായയാണ് ഗൈസ്. ഇതേവരെ നമ്മളെ 5 സ്റ്റാർ ഹോട്ടലിൽ പോലും കിട്ടാത്ത ചായയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എന്താ പ്രത്യേകത? ഏലക്കായ. പാലൊക്കെ വാങ്ങുമ്പോ എപ്പോഴും നമ്മളില്ലേ തിളപ്പിച്ചിട്ട് മാത്രം കുടിക്കാട്ടോ പാല്. എന്താ പാത്തുമാന്റെ ആടിന് അന്നേ പശു അടിച്ച് പാത്തുമാന്റെ പശുവിനല്ലേ എന്താ പാക്കറ്റ് പാല ചൂടാക്കിട്ടാ വരുന്നത്. നായി എന്താ കടിച്ചിട്ടേ ഞാനൊക്കെ പോയി സൂചി വെച്ചതാണ്. പേപ്പട്ടി അല്ല, പേ ഇളകണ്ട വെച്ചിട്ട്. പക്ഷെ ഇത് പ്രശ്നം ഉണ്ടാവില്ല. ടൗത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന പശുവാവും. നമ്മൾ സ്പെഷ്യൽ സാധനം ഇടാൻ പോവാണ്. പഞ്ചസാര. നമുക്ക് ഏലക്കായ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്യും. എനിക്ക് പ്രശ്നമുണ്ടോ റാശിയോ? ഇല്ല. നമ്മള് ഏലക്കായ വാങ്ങുമ്പോഴല്ല ഇടുമ്പോ ഒന്ന് പൊട്ടിച്ചിടണം കേട്ടോ. നിങ്ങളെ തുണക്കാരന് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കടിച്ചിട്ട് പൊട്ടിക്കാട്ടോ. പക്ഷെ തുണക്കാരന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കാണണല്ലേ, ഇന്ന വില ഇരുത്തൂലേ ഗൈസ്. പാല് തിളച്ചു പോകാൻ നിന്നിരുന്നു. പിന്നെ തിളച്ചു പോകുമ്പോഴത്തേന് ക്യാമറ ഓൺ ആയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒന്നുകൂടി തിളപ്പിച്ചാൽ മതി. തിളക്കണ തിളപ്പ് കുറച്ചുകൂടി കേട്ടിടാ. അപ്പൊ നീ പോവേ. അതിന് പെരയത്തെ ഗ്യാസ് അല്ല കുറക്കാനൊന്നും. തിളക്ക്. ഏതാ കടത്തം ഗൈസ്. ഇത് കണ്ടോ, ഇത് നമുക്ക് വലിയ ഇപ്പി വാങ്ങിയപ്പോ ചെറിയ ഇപ്പി ഫ്രീ കിട്ടിയ. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് മൂട് മസാല. ഈ ഇപ്പി കഴിച്ച മൂടാന്ന് പറയുന്നത്. വെറുതെ ഇത് നേരത്തെ അവിടെ പൊന്തി കിടന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കണല്ലോ. ഇത് നമ്മള് വെറുതെ അങ്ങനെ ഫ്രീ കിട്ടിയത്. ഫൈനലി ഗൈസ് നമ്മൾ ചായ കഴിക്കണു. എല്ലാരും വാങ്ങോ ചായ ചായ ചായ. ഡാബ്സി ഗൈസ്, ഡാബ്സി ചായ എങ്ങനെ ഉണ്ടാക്കാന്നോ?
പഞ്ചാര പാത്രത്തിൽ ചായപ്പൊടിയുടെ ഗൈസ്. അപ്പൊ നമ്മള് ഇതാ ടൗസർ ഇട്ടുകൊണ്ടോ നമ്മള് ഇങ്ങനെ ഹൈക്കിംഗ് അല്ലേ പറയാ, ഹൈക്കിങ്ങിനോ പിന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്യാനൊക്കെ വരുമ്പോഴേ നമ്മൾ ഒരിക്കലും ജീൻസ് പാന്റ് ഒന്നും ഇടരുത്. ഞാൻ ജീൻസ് പാന്റ് ഇട്ടീന്ന്. അപ്പൊ നമ്മൾ ടൗസർ കൊടുക്കണം, ടൗസർ ഇട്ടിക്കണം. പിന്നെ നമുക്ക് ഇന്ന് ലൈറ്റിന്റെ ആവശ്യമില്ല, ലൈറ്റ് കയറുന്നപ്പോ പഠിച്ചാൽ നമുക്ക് ലൈറ്റ് കൊടുന്നു. നമ്മളെ ചന്ദ്രൻ ബോസ് ഉണ്ട് അവിടെ. ബോസേ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് ചന്ദ്രന്റെ നമ്മളെ കൂടെ. അപ്പൊ ഇന്ന് നല്ലൊരു നിലാവുണ്ട്, നല്ലൊരു വെളിച്ചുണ്ടല്ലേ. നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ആവശ്യമുണ്ട് ചെറുതായിട്ട്. ചൂടാറട്ടെ, ചൂട് കൊടുക്കണേ. ഇതെന്ത് തന്തായി ഗൈസ്. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായ റെഡി, മുറുക്ക് റെഡി. പിന്നെ അത് അവിടെ സൂര്യൻ ചന്ദ്രൻ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റണ എന്താ പറഞ്ഞാല് ഇവിടെ ഒരു പുഴയാണ്. ക്യാമറയിൽ കാണാനല്ല, പക്ഷെ നിലാവുകൊണ്ട് കാണാണ്ട്. അവിടെ ഒരു പുഴ ഉണ്ട്. പിന്നെ ഇവിടെ ഫുൾ ലൈറ്റ് ആണ്, ഫുള്ള് ചായപ്പൊടിയാണ്. ചുവാണെ കുടിച്ചായി മധുരമാണ് കറക്റ്റാ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഗൈസ്. ഒരു 6 മാസം ഉണ്ടല്ലോ, ഒരു 3 മാസത്തിന്റെ ഉള്ളില് ഞാൻ കുടിച്ചതിൽ ഏറ്റവും നല്ല ചായ. സത്യമായിട്ടും നോണറിയ സത്യം. ആരും ഞാൻ തരുന്ന ഓർത്തറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. Voices in my head know me, call me. I will be restless. Somehow they chose me. This is my nightlife. ഒക്കെ കോടയാണ്, അടിയിലൊക്കെ കോടയാണ്, ഫുൾ കോടയാണ്, ഫുൾ വെളിച്ചോ. അടിപൊളിട്ടോ. നല്ലൊരു തണുത്ത കാറ്റുണ്ട്. നമ്മൾ കുന്നിന്റെ മുകളിലാണ്ട് നല്ലൊരു തണുത്ത കാറ്റുണ്ട്. എന്നാ ഓവർ കിടുകിടാ വറക്കണമൊന്നുമില്ല, പക്ഷെ നല്ലൊരു തണുപ്പിട്ടോ. ഇപ്പൊ ചായ ഒക്കെ കുടിച്ചു. നിങ്ങൾ കണ്ടില്ലേ, ടൈം ലാപ്സ് കണ്ടില്ലേ? അത്ര വെളിച്ചൊന്നുമില്ല കേട്ടോ. അത് നമ്മളെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി കൊണ്ട് അത്ര വെളിച്ചം കാണാണ്. കാണുമ്പോ നിങ്ങൾക്ക് വൈകുന്നേരം ഇടുന്ന് ചാടിക്കണ പോലെ ഉണ്ടാവും, പക്ഷെ നല്ല ഇരുട്ടാ. ഇപ്പൊ എത്ര ടൈമടാ? ഇപ്പൊ ഒരു 8:45 ആയിക്കണു. ആ ടൈമിലാണ് ഇപ്പൊ നിങ്ങൾ ആ വീഡിയോ അങ്ങനെ ഉണ്ടത്. കാരണം അതിൽ ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഉള്ളിൽ കയറാൻ തോന്നുന്നുണ്ടോ, നല്ല തണുപ്പിട്ടു. അതോ ബിസിനസ് ഉണ്ടായോണ്ട് നമുക്ക് എത്താവില്ല. ഇതിലെന്താണ് അട്ടപ്പാടി ചിക്കനാ ഗൈസ്? അട്ടപ്പാടി ചിക്കൻ ഉണ്ട്, ഉണ്ട്, ഫുൾ സെറ്റ് ഗൈസ്. നമ്മൾ മോൾക്ക് തന്നെ കയറാണ്. കാരണം എന്താ വെച്ചാൽ ഓനക്ക് ഒറ്റ പേരെ പേടിയുണ്ട്. കുറച്ച് ഞങ്ങളുടെ ഇറങ്ങി. ഇത്തരം നിമിഷങ്ങളിലാണ് ഞാൻ കുഞ്ഞാൻ പാണ്ടിക്കാരനെ ഓർക്കുന്നത്. അയ്യോ, സ്റ്റാമിന സേവർ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ സിമ്പിളായി കയറായിരുന്നു. എടുക്കട്ടെ ഒരു പെട്ടി സ്റ്റാമിന സേവർ എടുക്കേണ്ടി വരും. അപ്പൊ കഴിച്ച് നമ്മളെ ഫുഡൊക്കെ റെഡി ആയിക്കാണ്. ചന്ദനത്തിരി റെഡിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ അട്ടപ്പാടി ചിക്കൻ ഉണ്ട്, പൊറാട്ട ഉണ്ട്. ഞാൻ കഴിച്ചിട്ട് കുറച്ചതിനെ പാട്ട് ഓർമ്മങ്ങളെ. പൊറാട്ട കുറച്ച് കഴിക്കണു, അത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അട്ടപ്പാടി ചിക്കൻ നൈസാട്ടോ, ഞാൻ തിന്നു നോക്കി. ഇത് നൈസാണ്. മോംസിലെ ആകെ ഇഷ്ടമുള്ളൊരു സാധനമാണ് അട്ടപ്പാടി ചിക്കൻ. ഗൈസ് ഇപ്പൊ സമയം 11:45. നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അട്ടപ്പാടി ചിക്കനെ കഴിച്ചിപ്പോ ഇതാ നല്ല ഇന്ത്യ ഇറച്ചിടിമ്പാടെ കൈകോർത്തുണ്ടാക്കിയ സ്പെഷ്യൽ ചായ അല്ല, ബ്ലാക്ക് ടീ, സുലൈമാനി, ഏലക്കായ കട്ടൻ ചായ. അപ്പൊ ഇതാ വൈബ് നോക്കിയാല വ്യൂ നോക്കി. വ്യൂ കാണാനൊന്നുമില്ല. കാണാനില്ല പറഞ്ഞാൽ കുറച്ചൊക്കെ കാണാൻ കേട്ടോ. അവിടെ പുഴ കണ്ടിട്ടോ. അതും ഇങ്ങനെ ആവി പറക്കണ ചായയും കുടിച്ചോണ്ടിരിക്കാണ് ഗൈസ്. ഡാപ്സിണ്ട്, റാഷിക്കുണ്ട്. അവനി കുടിക്കട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കേറിട്ടോ. കോട കേറി. ഇപ്പൊ അത് കൂടെ ഒക്കെ കോട ഇങ്ങനെ ഉണ്ട്. അതിക്കൂടെ ഇങ്ങനെ കോട. അതാ ഫുൾ കോട കേട്ടോ. ഇവിടെ ഫുൾ കോട. ഐസ് എന്റെ മോനെ ഗൈസ്, കോട വന്നേ ഗൈസ്. കോട ഗൈസ് ഇവിടെ ഒന്നും കാണല്ല. കോട ഏ കോട വന്നേ. വാട വായ നീച്ച്. കോട വന്നേ ഗൈസ്. ഫുൾ കോട ട്ടോ. ലുക്കിംഗ് സറൗണ്ട് ദ കോട. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഒരു 5:30 ആയിക്കണുണ്ടോ. നമ്മള് ഒന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങിയിട്ട് നമ്മളിവിടെ നല്ലൊരു മഴയൊക്കെ പെയ്തു. നമ്മള് ടെന്റിന്റെ മുകളിൽ മറ്റേ കവറൊക്കെ എടുത്തിട്ടു. നമ്മൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡാപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റോ ഇപ്പോഴും ഇതിന്റെ ഉള്ളിൽ കടന്നുറങ്ങാട്ടോ. അപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ചുറ്റും ഒന്നും കാണില്ല. ഇതിൽ ഇങ്ങനെ കോടടിച്ച് കയറുന്നുണ്ട്. ചുറ്റും ഒന്നും കാണാനില്ല. അങ്ങോട്ടൊന്നും കാണാനില്ല. അപ്പുറത്തുള്ള മല പോലും കാണാനില്ല. നമ്മൾ ഈ നിൽക്കണ ഈ പാറ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്ര വിസിബിലിറ്റി ഉള്ളൂ. ബാക്കി ഫുള്ള് കോടമഞ്ഞ് കൂടിക്കാണ്. ഉറക്കമൊക്കെ സൂപ്പർ ആയിരുന്നില്ലേ?
ഗൈസ് അപ്പൊ അങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് രാവിലത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. മഴ പെയ്തു, ഇനി ഇപ്പൊ ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കുമ്പോ വൈബോ. ഇപ്പൊ ഞാൻ വീഡിയോ ചാർജ് ഇല്ലായിരുന്നു, ഒരു 10% ഉള്ളൂ ഇതിൽ ചാർജ്. ഇനി അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മള് വീഡിയോസ് എടുക്കണേ. നിങ്ങൾക്ക് ഇതാ സൂപ്പർ വാവ കൊണ്ടുവരുന്ന സൂപ്പർ ടീസ് പാല് കിടന്നു ഗൈസ്. പാല് ഇതാ മോരായിക്കണത് ഗൈസ്. പാല് കഴിഞ്ഞു. എന്താ സംഭവം അറിയില്ല, പാക്കറ്റ് പാലായോണ്ടോ അതറിയില്ല, ഡേറ്റ് എനിക്ക് എന്താതാവോ പാല് കിടന്നിക്കണ്. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ ചായ പോയി. ഓക്കെ, അപ്പൊ ചായ പോയാലും കുഴപ്പമില്ലല്ലേ? വെള്ളമല്ല, കട്ടൻ ചായ ഉണ്ടാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം കഴിഞ്ഞു, കട്ടൻ ചായ ഉണ്ടാക്കാൻ. അപ്പൊ ഗൈസ് ഞാൻ നിങ്ങളിപ്പോ എന്താ ഇതുവരെ കണ്ട എന്താണ്, നമ്മളെ ഇതിന്റെ മുകളിലത്തെ സംഭവം മാത്രമുള്ളതുണ്ട്. ഇനി ഇതിന്റെ അടിയിലേക്കൊക്കെ കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു പുഴയൊക്കെ കാണാം നമുക്ക്. അങ്ങനത്തെ കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട്. ഇത് നമ്മളെ സൈഡിൽ നിറച്ച് ഇങ്ങനത്തെ പുല്ലാണ്. അല്ല അടിപൊളിയാണ്. കക്കാടം പോയലൊക്കെ അങ്ങനത്തെ ഒരു പുല്ലാണ് ഇവിടെ. അല്ല എടാ, കക്കാടം പോയിൽ ഇങ്ങനത്തെ പുല്ലല്ലേ. ഞാൻ ഇതുവരെ കക്കാടം പോയിൽ പോയിട്ടില്ല കേട്ടോ, റീൽസിലെ കണ്ടിട്ടില്ല. പൊന്നാരം പറ്റിയതാണ്. कैसे कटे दिल रात, कैसे कटे दिल रात, आँखों में कसाओं में. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഗൈസ് അങ്ങനെ നമ്മളെ സൂര്യനതാ, ഇന്നലെ കണ്ട സൂര്യൻ ഇന്നും വരികയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ദേ വന്നുകൊടു ചെക്കൻ. ഫുൾ കോട, അപ്പുറത്തൊക്കെ കോട. ഇപ്പൊ കൊറേയൊക്കെ കോട കമ്മി ആയിക്കണം. അവിടെ നമ്മളെ പുഴയൊക്കെ തെളിഞ്ഞു വരാനായോ, അങ്ങനെ ചെറുതായിട്ടുണ്ടല്ലേ. അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ ഉറക്കം വന്നിട്ട് അങ്ങോട്ട് കടന്നു പോയി. എന്താ വെച്ചാ പുറത്തൊന്നും കാണാനില്ല, ഫുൾ കോട. ഉറങ്ങാനൊന്നും തോന്നൂല, പക്ഷെ ഉറക്കം വന്നപ്പോ പോയി. ചെക്കനിന്ന് പരീക്ഷയാണ്. ഇന്ന് പരീക്ഷയല്ലേ? ചെക്കനിന്ന് പരീക്ഷയാണ്. 7 മണിക്ക് പെരക്കെത്തണം. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ആർക്ക് നീച്ചു, ആർക്കി നീച്ച്, അങ്ങനെയൊക്കെ. ഫോണില് ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ കടന്നു. അതെ, അടിപൊളി. അതിന്റെ ഇടയിൽ മഴ പെയ്തുട്ടോ. മഴ പെയ്ത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങള് ആ ഷീറ്റില്ലേ, ആ ഷീറ്റ് നമ്മൾ ഇട്ടിരുന്നില്ല. അത് അതിന്റെ പുറത്തുള്ള ഷീറ്റാണ്. അതിന്റെ ഉള്ളിൽ അത് അതിന്റെ അടിയത്തെ മാത്രം ഇട്ട് കഴിഞ്ഞാലും മഴ നനയും. കാരണം കാറ്റ് കൊള്ളാതെ നെറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഉറക്കത്തിന്റെ ഇടയിൽ നിന്നാണ് മഴ ഇങ്ങനെ ചാടുന്നതെന്ന് മേത്തുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്തു, പെട്ടെന്ന് എടുത്ത് ഇതൊക്കെ ഇട്ടു. അപ്പൊ പുറമറിച്ചിട്ടൊക്കെ ഇട്ടിങ്ങനെ അത് ഇറക്കിയില്ല. അങ്ങനെയൊക്കെ ചായ ആകെ ഇതായി. ഞങ്ങള് ചായ കുടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എന്താ വെച്ചാല് ചായയുടെ പാല് കിടന്ന്, ഡേറ്റ് ഉണ്ടാവുമല്ലോ, പാക്കറ്റ് പാലല്ല, അപ്പൊ പാല് കിടന്നു. അതാണ് ഗൈസ്. ഇവിടെ ചായ കണ്ടോ ആകെ പോയി കിടക്കണ്, പാളി കിടക്കണ്, മോരായിക്കണ്. ഗൈസ് മഴ പെയ്തു, മഴ നനഞ്ഞു. നമ്മള് പെര പോവാട്ടോ. ഇന്ന് ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഞാൻ ഒരു കാര്യം പറയാലോ, അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങൾ മീശപ്പുലിമഴയത്തെ മഞ്ഞ് പെയ്യണമെന്നല്ല കാണുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ മാരങ്ങലത്തെ മപ്പാട്ട നെരിമടയിലെ മഴ പെയ്ച്ചിട്ടൊന്ന് കാണണം. അതും വേറെ വൈബ് തന്നെ കേട്ടോ. കണ്ടോ, പൊയയില് മഴ പെയ്യുമ്പോ കണ്ടോ ഭൂമിയുടെ പ്രതിഭാസം സൃഷ്ടിക്കുകയാണ് ഗൈസ്. പ്രതിഭാസം. ആ കോടൊക്കെ ഇങ്ങനെ മാറി മറിയണുണ്ട് നിങ്ങള്. ഇത് മീശപ്പുലിമഴയല്ല, ഇത് മാരങ്ങലം നെരിമടയാണ് കേട്ടോ. നരിമട, നരി തന്നെ. അപ്പൊ അത്രയോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത്രയും പറഞ്ഞോടെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ കമ്പനിക്കാരായിട്ടൊക്കെ നിങ്ങൾ പോവാൻ വെച്ചിട്ടുണ്ടാവില്ല ഓരോ സ്ഥലങ്ങള്. അപ്പോ ഈ സ്ഥലം ഒരു ഓപ്ഷൻ ആക്കിയിട്ട് നിങ്ങൾ ഓർക്ക് കമ്പനിക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് വന്നോളി.